ഞങ്ങളെ പള്ളിയിൽ ഹന്നാൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അവന് എല്ലാ വർഷവും ഒരു ബോക്സിൽ സൂക്ഷിച്ച ക്യാഷ് പള്ളിയിൽ കൊണ്ടുവന്ന് തരും. ഈ വർഷം 1000 ചില്ലാനം രൂപ ഉണ്ടായിരുന്നു. ഇത് നടന്ന ദിവസം ഞാൻ എൻ്റെ വാട്സാപ്പിൽ സ്ക്രോൾ ചെയ്യണതിൻ്റെ ഇടയിലാണ് PN അബ്ദുറഹ്മാൻ അബ്ദുൽ ലത്തീഫ് ഹഫദഹുല്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വാട്സാപ്പ് മെസ്സേജ് ശ്രദ്ധയിൽപ്പെട്ടത്. അവർ കുവൈത്തിലെ മദ്രസയിലെ കുട്ടികൾക്കിടയിൽ നടത്തിയ ഒരു വർക്കാണ്. ഒരുപക്ഷെ ചില ആളുകളൊക്കെ അത് നേരത്തെ വിഷൻ സ്റ്റുഡൻസിൻ്റെ ഭാരവാഹികൾ പോസ്റ്റ് ചെയ്ത പോസ്റ്റുകളിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിയാണ്. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അൽഹംദുലില്ലാ, വർഷങ്ങൾക്ക് മുമ്പ് ഈദ് കിസ്വ എന്നുള്ള പ്രൊജക്റ്റ് ഞങ്ങളുടെയൊക്കെ ഒരു ടീം വർക്ക് സ്റ്റുഡൻസ് ഭാരവാഹികളായി തുടങ്ങിയ കാലത്ത് അത് വരുന്ന സമയത്ത് തന്നെ പ്രപ്പോസ് ചെയ്യപ്പെട്ട ഒരു വർക്കായിരുന്നു ഇത്. പിൽക്കാലത്ത് നമ്മളൊന്ന് അത് അശ്രദ്ധ, എനിക്ക് തോന്നുന്നത് നമ്മളെ രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് ഒന്ന് ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു സംഭവമാണത്. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. വ്യത്യസ്തങ്ങളായ വർണ്ണങ്ങളിൽ അവരെന്നെ ഡെവലപ്പ് ചെയ്ത് കുട്ടികൾ തന്നെ വരച്ചുണ്ടാക്കി അവർ എന്ത് ചെയ്യാണ്, ബോക്സുകൾ ഉണ്ടാക്കുന്നു. അതിലേക്ക് അവർക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയൊക്കെ ഇടുന്നു. അതവർ ശേഖരിക്കുന്നു. അത് എണ്ണിക്കണക്കാക്കി അവർ കൊടുക്കുന്നു. ഇപ്പോൾ ബഹ്റൈനിലെ സുഹൃത്തുക്കൾ അതിൻ്റെ അനുബന്ധമായിട്ട് അവരുണ്ടാക്കി കുറ്റികൾ ഒന്നിച്ച് കുട്ടികളെ കൊണ്ട് പൊട്ടിക്കണ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തത് കണ്ടു. അതങ്ങനെ ഓരോ കുട്ടികൾ പൊട്ടിച്ച് അതിങ്ങനെ എഴുതിയെടുത്ത് അങ്ങനെയാണ് പോകേണ്ടതെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാവരും നമ്മളെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ബോക്സ് കൊടുത്ത്, പല വീടുകളിലും ഉണ്ട്, പക്ഷേ അതവർ കൊടുക്കാനുള്ളൊരു മെൻറ്റാലിറ്റി ഒന്നുമില്ല. അത് അവരുടെ ഒരു ക്യാഷായിട്ട് അവരിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക. ചില കുട്ടികൾ കിട്ടിയത് അപ്പം തന്നെ മിഠായി വാങ്ങി തീർക്കുകയായിരിക്കും ഉണ്ടാകുക. അതിന് രണ്ടിൻ്റെ ഇടയിലാണ്. സ്റ്റോർ ചെയ്യണം, അവരുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളിലേക്കുള്ളൊരു എമൗണ്ട് ആക്കിയിട്ട് അതിനെ കുറച്ചൊക്കെ മാറ്റണം. എന്നാൽ അതിന്ന് ഒരു നല്ല അർഹതപ്പെട്ടൊരു ഭാഗം ഈദ് കിസ്വയിലേക്ക് അങ്ങനെയുള്ള ഇപ്പോൾ പല ആളുകളും പീസ് റേഡിയോയിലേക്കൊക്കെ അങ്ങനെ പണം ശേഖരിച്ച് തരാറുണ്ട്. കുട്ടികളാകുമ്പോൾ നമുക്ക് ഈദ് കിസ്വയിലേക്ക് അവരുടെ ഫ്രണ്ട്സിനും അവരുടെ നാട്ടിലുള്ള മറ്റു കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റണം. ഒരു നല്ല ഇനിഷ്യേറ്റീവാണ്. കണ്ടപ്പോൾ എനിക്കതൊരു നല്ല സംഭവമായിട്ട് തോന്നി. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇതേപോലെ ഒരു ബോക്സൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലിടുക. എല്ലാവർക്കും ഒന്ന് പ്രചോദനമാകട്ടെ. ഇൻഷാ അല്ലാ അടുത്തൊരു വർഷമാകുമ്പോൾ അപ്പോൾ അവർ കുവൈത്തിൽ നിന്ന് വലിയ എമൗണ്ട് ഒരു 3 ലക്ഷത്തോളം അതിൻ്റെ അടുത്ത് ക്യാഷ് പിരിച്ചതായിട്ട് പറഞ്ഞു. 3 ലക്ഷം എന്ന് പറയുമ്പോൾ എത്ര വീട്ടിലേക്ക് എത്തി? 1300 വീതമാകുമ്പോൾ വലിയ എണ്ണം വീടുകളിലേക്ക് അതെത്തി. ചെറിയ എഫേർട്ടേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സംരംഭത്തെ എല്ലാവരും ഏറ്റെടുത്ത് വിജയിപ്പിക്കണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്.